സാറത് വിവാഹം കഴിച്ചിരുന്നോ ഹൈറേഞ്ചിലേക്ക് വണ്ടി കയറുമ്പോൾ? ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞ് അതൊക്കെ ഒരു ആകസ്മിക സംഭവമാണ്. ടീച്ചർ ചിരിക്കുന്നു. ഞങ്ങൾ അവിടെ നാട്ടിൽ അയൽവക്കംകാരായിരുന്നു. ഞാൻ ഇവരുടെ വീട്ടിൽ വിവാഹം ആലോചിച്ച് ചെന്നപ്പോൾ നമ്മളെ അവിടുന്ന് ഓടിച്ചു വിട്ടു. ആ കൂടെ അന്ന് എന്നെയും പിടിച്ച് നാടകത്തിൽ അഭിനയിച്ചു. നായകനും നായികയായിരുന്നോ? അല്ല, ഒരു വില്ലനായിരിക്കും. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ദീർഘകാലം പ്രസിഡന്റായ മറ്റൊരാളുണ്ടാവാൻ സാധ്യതയില്ല. വളരെ അപൂർവമായിട്ട് ഉണ്ടായെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായെങ്കിലേ ഉള്ളൂ. അതാണ് 1993 തൊട്ട് ഈ 2024 വരെയുള്ള കാലഘട്ടത്തിൽ അടിമാലി നാഷണൽ ലൈബ്രറിയുടെ പ്രസിഡന്റാണ്. ഇടുക്കി ജില്ലക്കാർക്ക് പ്രത്യേകം പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതില്ല കെ സുകുമാരൻ സാറിനെ. 36 വർഷത്തെ അധ്യാപന ജീവിതം, ഏതാണ്ട് 6 പതിറ്റാണ്ടോളം നീളുന്ന ഗ്രന്ഥശാല പ്രവർത്തനം. അടിമാലി സ്വദേശിയാണ് സുകുമാരൻ സാറ്. സുകുമാരൻ സാറിനോടൊപ്പം തന്നെ രാജമ്മ ടീച്ചർ. ഈ ദമ്പതിമാര് ഈ ഹൈറേഞ്ചിന്റെ ഒരു കുടിയേറ്റ കാലഘട്ടത്തിൽ അക്ഷര വെളിച്ചം പകരാനായിട്ട് ഒരുപാട് പരിശ്രമിച്ചവരാണ്. സാർ, സാംസ്കാരികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. അങ്ങയുടെ അധ്യാപന വഴികൾ, ഒരു അധ്യാപകനാണെന്നൊക്കെ ചെറിയ പ്രായത്തിൽ ആഗ്രഹിച്ചിരുന്നു? അങ്ങനെ അന്ന് ഇപ്പോൾ നമ്മൾ ഈ 11ാം ക്ലാസ് ആണല്ലോ, SLC എന്ന് പറയുന്നത് 11 ക്ലാസ്സാണ്. അത് കഴിയുമ്പോൾ വേഗം കിട്ടിയത് TTCക്ക് പോയി ചേരുക, അതിനുള്ളൊരു അവസരമാണ് ഉണ്ടായത്. മാതാപിതാക്കൾക്ക് അങ്ങനെ പഠിപ്പിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു? എല്ലാം അവര് പിള്ളേരൊക്കെ പള്ളിക്കൂടത്തിൽ വിടും. ഞങ്ങൾ 6 പിള്ളേരെ എല്ലാവരും സ്കൂളിൽ പോയി പഠിച്ചു. അച്ഛൻ ഒരു 50 വയസ്സായപ്പോഴേക്ക് എല്ലാവർക്കും തന്നെ സർക്കാർ ജോലിയോ അതുപോലെയുള്ള പണികളൊക്കെ കിട്ടി. ഞാനാണ് മൂത്തത്. ഞങ്ങൾ 6 പേരും ഇപ്പോഴും ഉണ്ട്. അതാണ് അത്ഭുതകരമായ കാര്യം. എനിക്കാണെ ഇപ്പൊ 83 വയസ്സ്, 84ാമത്തെ വയസ്സാണ്. എല്ലാവരും ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവിച്ചു. അടിമാലിയുടെ സാംസ്കാരിക ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാ സാംസ്കാരിക പരിപാടികളിലും അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യമുണ്ട്. പുതിയ തലമുറയുടെ പരിപാടികളാണെങ്കിലും പഴയ തലമുറ സംഘടിപ്പിക്കുന്ന പരിപാടികളാണെങ്കിലും തീർച്ചയായിട്ടും സുകുമാരൻ സാർ അവിടെ എത്തിയിരിക്കും. അടിമാലി നാഷണൽ ലൈബ്രറിയുടെ ചരിത്ര വഴികളിൽ എത്തരത്തിലായിരുന്നു അങ്ങയുടെ ഇടപെടലും? ഞാൻ ഇവിടെ സാറ് പറഞ്ഞതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എൻ്റെ നാട് ഏറ്റുമാനൂരടുത്താണ്, വെട്ടിമൂട്. 1948 ആരംഭിച്ച ഒരു ലൈബ്രറി അവിടെ ഉണ്ട്, വിക്ടറി റീഡിംഗ് റൂം എന്ന് പറഞ്ഞു. ഇപ്പോഴും ഉണ്ടത്. പക്ഷെ അതിന്റെ വളർച്ചയൊക്കെ മുരടിച്ചു നിൽക്കുക. 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മുതൽ ഞാനിങ്ങനെ പുസ്തകം വായിക്കാൻ തുടങ്ങി. അവിടെ പുസ്തകങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. പുതിയ പുസ്തകങ്ങൾ വന്നാൽ ആളുകൾ കടിപിടിയാണ്, എനിക്ക് ആദ്യം എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ അതിന്റെ ഭരണസമിതി അംഗമൊക്കെ ആയി. 10ാം ക്ലാസ് 11ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ. അത് കഴിഞ്ഞ് TTCക്ക് പോയി, ജോലി കിട്ടി. അത് ഈ രാജാക്കാട് 1960 ഞാൻ രാജാക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യാപകനായിരുന്നു. 60 സാറ് ജനിച്ചിട്ടുണ്ടോ? ജനിച്ചിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം ഞാൻ അവിടെ രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മരിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ പഴയ ശിഷ്യന്മാർ വയസ്സായി, ഞാനിങ്ങനെ ചെറുപ്പമായി. അതാണ് ഒരു പ്രത്യേകത. അധ്യാപകന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. ശിഷ്യഗണങ്ങളെല്ലാം വയസ്സായി പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമമൊക്കെ വിളിക്കുമ്പോൾ ഇപ്പൊ വളരെ ഊർജ്ജസ്വലതയോട് കൂടി സുകുമാരൻ സാറും രാജ്മ ടീച്ചർ അവിടേക്ക് എത്തും. അപ്പൊ മക്കൾക്കൊക്കെ വയസ്സായിരിക്കുന്നു. ഞാൻ പറയുന്നവരോട് എനിക്ക് വയസ്സായി പോയല്ലോ അങ്ങനെ പറയാറുണ്ട്. സാറപ്പോ ഇവിടെ വന്നിട്ട് ഹൈറേഞ്ചിന്റെ രാജാക്കാട്ടിൽ പിന്നെ എവിടേക്കാണ് സേവനം? രാജാക്കാട്ടിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് അവിടെ ഒരു 5-6 മാസം ജോലി ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് എനിക്കൊരു പ്രൈവറ്റ് സ്കൂളിൽ കോഴിക്കോട് ജില്ലയിൽ തിരൂര് എന്ന് പറയുന്ന സ്ഥലത്ത് പണി കിട്ടി. അവിടെ നിന്ന് വയനാട്ടിൽ ഒരു സ്കൂളിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ തന്നെ പണി കിട്ടിപ്പോയി. അപ്പോൾ വയനാട്ടിൽ ചെല്ലുമ്പോഴും അവിടെയൊക്കെ ഉണ്ട് കൊച്ചു ലൈബ്രറിക്കാരും അതിന്റെ പ്രവർത്തകരുമായിട്ടൊക്കെ ലോകമാണ്. അവിടെ നാടകാഭിനയവും മറ്റ് പൊതുപരിപാടികൾ, ആളുകളുമായിട്ട് ഇടപെടാതെ കഴിയാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞാണ് ഈ ഗവൺമെന്റ് സ്കൂളിൽ PSCയുടെ പോസ്റ്റിംഗ് കിട്ടുന്നു. അതെവിടെയായിരുന്നു ആദ്യം? അത്
കടപ്പൂര് സ്കൂളിലാണ്. അവിടുന്ന് പുന്നത്ര വീടിനടുത്ത് തന്നെയുള്ള വേറൊരു സ്കൂളിലേക്ക്, പുന്നത്ര LP സ്കൂളിൽ, അവിടെ ഒരു ആനിവേഴ്സറിക്ക് ഒരു നാടകം അഭിനയിക്കേണ്ടി വന്നു. അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവിടുന്ന് മാറേണ്ടി വന്നു ശരിക്കും പറഞ്ഞ. അപ്പം അന്ന് കോട്ടയം ജില്ലയാണ് ഈ അടിമാലിയും ഈ പുന്നത്രയും ഇടുക്കി ജില്ലയായിട്ടില്ല. സ്ഥലം മാറ്റിയിടുന്നു. കൂത്താട്ടുകളടുത്ത് മോനിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പം ഞാൻ സൈക്കിളൊക്കെ ആയിട്ട് വീട്ടിൽ പോയി ഉച്ചയ്ക്ക് ചോറുണ്ട് വരാവുന്ന അത്ര അകലെ ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഒരു ബന്ധുക്കാരനൊരു സൂപ്രണ്ട് പറഞ്ഞു, എനിക്കിപ്പോ ഇനി ഇവിടെ ഒന്നും വേണ്ട, എന്റെ സ്ഥലം മാറ്റുകയാണെങ്കിൽ വേറെ എവിടേക്കെങ്കിലും മാറ്റി. അപ്പൊ ഈ സ്കൂളിലെ SNDP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ നാരായണൻ സാർ, പഴയ അങ്ങനെ ഒരാളെ ഓർക്കുന്നുണ്ട്, PI നാരായണൻ, കേട്ടിട്ടുണ്ട്. നാരായണൻ സാർ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ആ സൂപ്രണ്ടിനോട് നാരായണൻ സാർ ഇവനേതാ ഈ പയ്യൻ, അവൻ എന്റെ സ്വന്തം, എന്നാ അവനെ അടിമാലിക്ക് വിട്ടേക്ക്, ഞാൻ കൊണ്ടുപോകാന്ന്. ഞാൻ പറഞ്ഞ സമ്മതിച്ചിരിക്കുന്നു പറഞ്ഞു. എന്നെ അടിമാലി ഗവൺമെന്റ് സ്കൂളിലേക്ക് സ്ഥലം മാറ്റി. എത്ര വയസ്സുണ്ടാവും? അന്ന് 65, 24 വയസ്സ്. സാറത് വിവാഹം കഴിച്ചിരുന്നോ ഹൈറേഞ്ചിലേക്ക് വണ്ടി കയറുമ്പോ? ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞ് അതൊക്കെ ഒരു ആകസ്മിക സംഭവമാണ്. ടീച്ചർ ചിരിക്കുന്നു. ഞങ്ങൾ അവിടെ നാട്ടിൽ അയൽവക്കംകാരായിരുന്നു. ഞാൻ ഇവരുടെ വീട്ടില് വിവാഹം ആലോചിച്ച് ചെന്നപ്പോ നമ്മളെ അവിടുന്ന് ഓടിച്ചു വിട്ടു. പക്ഷെ ഇവരുടെ ഒരു ഇവരുടെ ബന്ധുക്കളൊക്കെ ഈ ആനവരട്ടിയിലുണ്ടായിരുന്നു. ഒരു കൂട്ടുകാരി പാറത്തോട്ടിലുണ്ടായിരുന്നു, പൂതാളി എന്ന് പറയുന്ന സ്ഥലത്ത്. അവരെ കാണാനായിട്ട് ഇവരൊരു ദിവസം ഇങ്ങനെ വന്നപ്പോൾ യാദൃശ്യമായിട്ട് ഞാൻ അടിമാലിയിൽ വെച്ച് കണ്ടുമുട്ടിയതാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഉപേക്ഷിച്ച് പോന്നല്ലോ. എത്ര വയസ്സിലായിരുന്നു വിവാഹമൊക്കെ? എനിക്ക് 27 കഴിഞ്ഞ് 28 വയസ്സ്. അന്ന് ടീച്ചറിനെന്ന് പറയാം? എനിക്ക് 22 കഴിഞ്ഞ് 23. അന്ന് ടീച്ചർ അധ്യാപികയായിരുന്നോ? ഇല്ല, TTC പാസ്സായോളായിരുന്നു. പാസ്സായി വീട്ടിൽ നിൽക്കുന്ന സമയത്താണ്. PSCയുടെ ജോലിയൊന്നും ആയില്ലായിരുന്നു. 68 വിവാഹം കഴിച്ച് അടിമാലി വന്നു. അടിമാലി വന്ന് താമസിച്ചു. ആദ്യത്തെ മോളുണ്ടായി കഴിഞ്ഞാണ് എനിക്ക് ആദ്യം എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ജോലി കിട്ടുന്നത്. അത് മച്ചിപ്ലാവ് സ്കൂളിലായിരുന്നു. 1 വർഷം അവിടെ ജോലി ചെയ്തു. ഈ സാറ് ജോലി ചെയ്ത സ്ഥാപനത്തിലൊക്കെ പിന്നീട് ടീച്ചറും ജോലി ചെയ്യാനിടയായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് അങ്ങനെ? അത് ഞാൻ അടിമാലി ഹൈസ്കൂളിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് എനിക്ക് 97 പ്രൊമോഷനായി. പ്രൊമോഷൻ കിട്ടിയത് കൊരങ്ങാട്ടി സ്കൂളിലേക്കാണ്. അപ്പോൾ സാറ് നേരത്തെ അവിടെ കൊരങ്ങാട്ടിയിൽ ഹെഡ് മാസ്റ്ററായി പോയി. അവിടെ UP സ്കൂളാക്കിയാണ് സാർ അവിടുന്ന് തിരിച്ച് ഇറങ്ങിപ്പോരുന്നത്. അപ്പം ഞാൻ കൊരങ്ങാട്ടി ചെന്നു. ജനുവരി ചെന്നു. ജൂണിൽ ഞാൻ അവിടെ നിന്ന് ആനവരട്ടി LP സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് പോന്നു. അവിടെ നിന്ന് 2000 ആനവരട്ടി LPSC എന്നാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ സാർ അതിനു മുമ്പ് ആനവരട്ടി ജോലി ചെയ്തിരുന്നു. അവിടുന്ന് സാറ് പിന്നെ 1000 ഏക്കറിൽ പോയാണ് സാർ റിട്ടയർ ചെയ്ത്. ഞാൻ ആനവരട്ടിയിൽ തന്നെ റിട്ടയർ ചെയ്തു. ഈ നിങ്ങൾക്ക് ഇരുവർക്കും ഇപ്പോൾ ശിഷ്യഗണങ്ങളുടെ കണക്കെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ശിഷ്യഗണങ്ങളുടെ ഒരു എണ്ണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയോ സ്കൂളുകൾ അല്ലേ. അത് ഇടുക്കി ജില്ലയിലുള്ള സ്കൂളുകൾ മാത്രമല്ല, മറ്റ് പ്രദേശങ്ങളിലെ സ്കൂളുകളുമൊക്കെ ആയിട്ട് സാറിന് ബന്ധമുണ്ട്. പലപ്പോഴും സാംസ്കാരിക രംഗമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അങ്ങ് ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു എല്ലാ കാലത്തും. എത്തരത്തിലാണ് അങ്ങനെ ജീവിതം രൂപപ്പെട്ടത്? അത് ഞാൻ ഏറ്റുമാനൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 57 തെരഞ്ഞെടുപ്പിലൊക്കെ എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. അന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ചെറിയ പ്രകടനങ്ങളും അതിൽ ചില ആളുകൾ ഈ മുദ്രാവാക്യം വിളിക്കുന്നതും ആശയപരമായ ഒന്നും വലിയ അറിവൊന്നും ഉണ്ടായിട്ടില്ല. അത് കണ്ട് അവരുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു 4 കിലോമീറ്റർ നടക്കണം വീട്ടിലേക്ക്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഭക്ഷണമൊന്നും വൈകുന്നേരം കഴിക്കാനില്ലല്ലോ. ആ പട്ടിണിയാണെങ്കിലും ഈ പ്രസംഗമൊക്കെ കേട്ട് ഇവരുടെ മുദ്രാവാക്യം വിളിയും ഒക്കെ മനസ്സിൽ തട്ടി. അതിനോട് അന്ന് മുതൽ തുടങ്ങിയതാണ്. അങ്ങനെ പറഞ്ഞാൽ ഈ 18ാമത്തെ വയസ്സിൽ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് കിട്ടി. അതായത് ചൈനയിൽ അടിച്ച പാർട്ടി കാർഡ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഇങ്ങോട്ടും മാറിയപ്പോൾ പോയി. ഇങ്ങനെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് നേടി ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസിൽ ഒരു ചെറിയ ജോലിയൊക്കെ ആയി കോട്ടയത്ത് അങ്ങനെ കഴിയുമ്പോഴാണ് ഈ TTCക്ക് കിട്ടുന്നത്. എന്നാൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, CS ഗോപാലുള്ള കേരള ക്രൂസ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്
അന്ന് ഇതുപോലെയുള്ള ഫ്ലെക്സും ഇതൊന്നുമില്ല. ചുണ്ണാമ്പ് നീറ്റി നീലവും കലക്കി ഈ ചിഹ്നങ്ങൾ അരിവാൾ നെൽക്കതിർ, അതാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം. അതൊക്കെ വരച്ചത് ഈ വയസ്സുകാലത്ത് ചെല്ലുമ്പോഴും ചിലയിടത്തൊക്കെ ഇപ്പോഴും കാണാം അടയാളങ്ങൾ പഴയ ഓർമ്മകളിലേക്ക് നമ്മളെ നയിക്കും. അതെ. അങ്ങനെ പിന്നെ വയനാട്ടിൽ ഈ പടിഞ്ഞാറത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് താമസിക്കാൻ കിട്ടിയൊരു സ്ഥലം, അവിടുത്തെ ഒരു തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വീട്ടിലാണ്. അവിടെ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ടായിരുന്നു, മാർക്സിസ്റ്റ് സാഹിത്യം, ഈ മോസ്കോയിൽ പ്രോഗ്രസ് പബ്ലിഷേഴ്സ്, അതുമൊക്കെ വായിച്ച് അവിടെയുള്ള ആളുകളുമൊക്കെ ആയിട്ട് ഇടപെട്ട് അതങ്ങനെ ആ ആഭിമുഖ്യം വളർന്നു വന്ന് ഇന്ന് വരെ. ഇടയ്ക്ക് ജോലി കിട്ടിയപ്പോൾ പിന്നെ പാർട്ടി മെമ്പർഷിപ്പൊക്കെ പോയല്ലോ സ്വാഭാവികമായി. എന്നാലും ഞങ്ങൾക്ക് ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ സംഘടനക്ക് തന്നെ ചില ഇടതുപക്ഷ ചായവൊക്കെ ഉള്ള സംഘടനയാണ്. KGPTA, KSTA, KGTA, 3 സംഘടനകൾ. അത് ഈ 3 അത്യാവശ്യം ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ പ്രവർത്തകനായിരുന്നു. അതിനിടയിലാണ് ഈ അടിമാലിയിൽ സാംസ്കാരിക രംഗത്തേക്ക് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു ചേരുകയായിരുന്നു. തീർച്ചയായിട്ടും അങ്ങയുടെ ഇപ്പോൾ ഈ മുറിയിലിരിക്കുമ്പോഴാണെങ്കിൽ ഈ മുറിയുടെ ചുറ്റുവട്ടത്തിലെ പുസ്തകങ്ങൾ കാണുമ്പോഴേക്കും ഈ പുസ്തകങ്ങളെല്ലാം അങ്ങ് വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾ ഇരിക്കുന്ന ഈ അലമാരിയുടെ മുകൾ തട്ടിൽ അങ്ങേക്ക് ലഭിച്ചിട്ടുള്ള കുറേ അംഗീകാരങ്ങൾ, അത് ശിഷ്യഗണങ്ങൾ നൽകിയ അംഗീകാരങ്ങളുണ്ട്. ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതെ, അധ്യാപക സമരവുമായി ബന്ധപ്പെട്ടാണ്. അന്ന് PK വാസുദേവൻ നായർ ഭരിക്കുമ്പോൾ ഞങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതാണ്. ഇടതുപക്ഷം ഭരിക്കുന്നു, പക്ഷേ ഞങ്ങളെ പിടിച്ച് ജയിലിലിട്ടു. ജാമ്യം എടുക്കണ്ടെന്ന് തീരുമാനിച്ചു. ദേവികുളം സബ് ജയിലിൽ 12 ദിവസം കിടന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതല്ല. അധ്യാപകർ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞു. ഇപ്പം അത് ഞാൻ ഈ അടിമാലിയിൽ ഇത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ വന്ന് 2-3 വർഷം കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന പേരിൽ ജോലി നഷ്ടപ്പെട്ട ഒരു വർക്കിസാർ ഉണ്ടായിരുന്നു. KP വർക്കിസാർ, കീപ്പനശ്ശേരി, കേട്ടിട്ടുണ്ടാവും. ഒരു ചെറിയ പണ്ടൊരു ലൈബ്രറി ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ 70-ൽ പുതിയ ലൈബ്രറി പഴയ പേരിൽ രജിസ്റ്റർ ചെയ്ത് തുടക്കം കുറിച്ച് വർക്കിസാർ പ്രസിഡന്റായിരുന്നു. വർക്കിസാറും ഞാനും മാറി മാറി പ്രസിഡന്റായി. ഇപ്പോൾ ആലോചിക്കുമ്പോൾ രസമാണ്. 1993 മുതൽ ഇപ്പോൾ ഈ 2024-ലും ഞാൻ ഇതിൻ്റെ പ്രസിഡന്റാണ്. അത് ഇടതടവില്ലാതെ നമ്മൾ പോയി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാലും അവർ എന്തിനാ എവിടെ പോകാനാ അവിടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ദീർഘകാലം പ്രസിഡന്റായ മറ്റൊരാൾ ഉണ്ടാവാൻ സാധ്യതയില്ല. വളരെ അപൂർവമായിട്ട് ഉണ്ടായെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായെങ്കിലേ ഉള്ളൂ. അതാണ് 1993 തൊട്ട് ഈ 2024 വരെയുള്ള കാലഘട്ടത്തിൽ അടിമാലി നാഷണൽ ലൈബ്രറിയുടെ പ്രസിഡന്റാണ്. എത്രത്തോളം പുസ്തകങ്ങൾ ഇപ്പോൾ ലൈബ്രറിക്കുണ്ട്? ഇപ്പോൾ 21,000 പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളുടെ മാത്രമല്ല, ഇത് ജില്ലയിലെ ഏറ്റവും നല്ല ലൈബ്രറിക്കുള്ള അക്ഷരശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഈ താലൂക്കിലെ റെഫറൻസ് ലൈബ്രറിയായി ഇതിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോഴാണെങ്കിൽ ജില്ലയിലെ A+ ലൈബ്രറികൾ 4 ഉള്ളൂ. അതിലൊന്ന് അടിമാലി നാഷണൽ ലൈബ്രറിയാണ്. മാത്രമല്ല അടിമാലിയിലെ സാംസ്കാരിക പരിപാടികൾ, പ്രത്യേകിച്ച് പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, പുസ്തക പ്രകാശങ്ങളുമായി ബന്ധപ്പെട്ട, അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികൾ അരങ്ങേറിയിട്ടുള്ളതും നാഷണൽ ലൈബ്രറി അവിടെയാണ്. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അവിടെ എല്ലാം അങ്ങയുടെ ഒരു സാന്നിധ്യമുണ്ടെന്നുള്ളതാണ്. അത് നമ്മളത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ജനങ്ങളിൽ നിന്ന് വിട്ടു നിന്നിട്ടൊരു പരിപാടിയില്ല. അങ്ങനെയാണല്ലോ ആന്റണി സാറിനൊക്കെ പരിചയപ്പെടുന്നത്. ഓർക്കുന്നില്ല, അടിമാലി ഫെസ്റ്റ് സംഘടിപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും കാവ്യമേള, കവിയരങ്ങ് നടത്തും, യുവകവി സംഗമം എന്ന് പറഞ്ഞ് വേറൊന്ന് നടത്തിയത് ഓർക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ വേറെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? അത് നമ്മൾ നടത്തുന്നു, ആളുകൾ സഹകരിക്കുന്നു, ചില്ലറ വണ്ടിക്കൂലി പോലും ഒന്നൊക്കെ കൊടുക്കുമായിരുന്നു. എന്തൊരു പരിപാടികളായിരുന്നു. ഫൈൻ ആർട്സ് സൊസൈറ്റി ലൈബ്രറിയിലുണ്ടായിരുന്നു. 10 കൊല്ലം 110 പ്രോഗ്രാം അവതരിപ്പിച്ചു. ഇതിനൊക്കെ എനിക്ക് മാർഗദർശിന്നോ എൻ്റെ മാതൃകാപുരുഷൻ വർക്കിസാർ തന്നെയായിരുന്നു. പക്ഷെ വർക്കിസാർ പോയിട്ടും ഞങ്ങളത് തുടർന്നുകൊണ്ടുപോയി. അതേ ബോത്താനിക്കാട് സ്കൂളിലെ അധ്യാപകനായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടതാണ്. പിന്നെ EMS സർക്കാർ വന്നു കഴിഞ്ഞാണ് പുള്ളിക്ക് ജോലി കിട്ടിയത് ഗവൺമെൻറ് സ്കൂളിൽ. അങ്ങനെയാണ് ഇവിടെ വന്നത്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു തിയേറ്റർ ഉണ്ടായിരുന്നു, അപ്സര.
അവിടെ ഈ അടിപൊളി വല്ലാത്ത മസാല സിനിമകളില്ലാതെ ഒരു നല്ല സിനിമ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് നമ്മളിവിടെ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഫിലിം സൊസൈറ്റി ഉണ്ടാക്കി. സാറ് ഓർക്കുന്നുണ്ടോ? സംസ്കാര ഫിലിം സൊസൈറ്റി, നാഷണൽ ഫൈൻ ആർട്സ് സൊസൈറ്റി. 10ാം വാർഷികം 3 ദിവസം ഞങ്ങൾ ഇവിടെ ആഘോഷിച്ചില്ല. ഒരുപക്ഷെ ഇപ്പൊ കട്ടപ്പനയിൽ അരങ്ങേറിയിട്ടുള്ള ദർശന, ഇ.ജെ. ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ദർശന പോലെ തന്നെ അടിമാലിയിൽ ചലനാത്മകമായൊരു ഫിലിം സൊസൈറ്റി ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അല്ലെ? ഇപ്പോൾ കലയും സാഹിത്യവും നാടകവും കഥാപ്രസംഗവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അങ്ങയുടെ ഓർമ്മയിൽ തിളങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ സാഹിത്യത്തിന്റെ ഒക്കെ ഒരു പോക്ക് എങ്ങനെയാണ് സാറേ? പ്രതീക്ഷാജനകമായിട്ടുള്ള ഒരു തലത്തിൽ തന്നെയല്ലേ? വലിയ വിഷമത്തോടു കൂടി ഞാനിത് പുറകോട്ട് നോക്കുമ്പോൾ അത് ഒരു പ്രദേശത്തിൻ്റെയോ ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെയോ ഒന്നും ഒരു കുഴപ്പമില്ല. കാലത്തിൻ്റെ പ്രത്യേകതകൾ വന്നിട്ടുണ്ട്. നാടകസമിതികൾ എത്രയുണ്ട് നിന്ന് പോയിട്ടുണ്ട്. കഥാപ്രസംഗങ്ങൾ, സാംബശിവൻ്റെ കഥാപ്രസംഗം 2 ദിവസം 3 പ്രോഗ്രാം. അത് 2 പരിപാടിക്ക് കാശ് കൊടുത്താൽ മതി. 3ാമത്തെ പരിപാടി ഞങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പോൾ അത് ടിക്കറ്റ് വെച്ചാണ് നടത്തുന്നത്. അങ്ങനെയൊക്കെ ഇവിടെ രാവും പകലും ഇല്ലാതെ നടന്ന് അത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? നോട്ടീസ് എഴുതണം, അടിപ്പിക്കണം, ടിക്കറ്റ് വിൽക്കണം, അനൗൺസ് ചെയ്യണം, പിന്നെ ഇത് സംഘടിപ്പിക്കുകയും വേണം. അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അതൊരു കാലമായിരുന്നു. ഈ ലെനിൻ രാജേന്ദ്രൻ്റെ ഒരു പുസ്തകമുണ്ട്, ചുവന്ന ദശകമെന്നും പറഞ്ഞു. ആ ചുവന്ന ദശകം എന്ന് പറയുമ്പം ഇവിടെ ഈ രാജ്യത്ത് വിപ്ലവം നടക്കാൻ പോകുകയെന്നും കമ്മ്യൂണിസ്റ്റ് ഭരണം ലോകം മുഴുവനും അങ്ങനെ ഒരു രീതിയിൽ വന്നല്ലോ. അങ്ങനെയൊക്കെ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. അക്കാലത്താണ് ഈ സാംബശിവന്റെയും ഓച്ചരരാമേന്ദ്രന്റെയും കടാമംഗലത്തിന്റെയും ഒക്കെ കഥാപ്രസംഗങ്ങൾ അതൊരു ഏതൊരു രാഷ്ട്രീയ നേതാവ് നടത്തുന്നതിനേക്കാൾ ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിരുന്നു ആ കഥാപ്രസംഗങ്ങൾ. അതെല്ലാം കേട്ട് നാട് മാറിയാകെ ആ മാറ്റത്തിന്റെ കൂടെ കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ ഒരു അപചയം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ചില കൂട്ടായ്മകളൊക്കെ ഉണ്ടാകുന്നില്ലേ? ഉദയകുമാറിന്റെ പുസ്തകമായി, റേഞ്ച് സാറിന്റെ പുസ്തകമായി പ്രകാശനമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ പുസ്തകങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു, ഇതെന്ത് പ്രയോജനം ചെയ്യുന്നു എന്നൊന്നും ഞാനിത് വായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഉദയകുമാരെ പറയുന്നത്. വായനയിൽ നിന്നിപ്പോ അങ്ങൊക്കെ അറിയാം, അടിമാലി നാഷണൽ ലൈബ്രറിയുടെ 93 തൊട്ടുള്ള ചരിത്രം അങ്ങ് പരിശോധിക്കുമ്പോൾ ലൈബ്രറിയിൽ നിറച്ച് വൈകുന്ന സായാഹ്നങ്ങളിൽ നിറച്ച ആളുകൾ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അങ്ങയുടെ ലൈബ്രറിയിൽ മാത്രമല്ല, ഹൈറേഞ്ചിലെ എല്ലാ ലൈബ്രറികളിലും മുട്ടത്തുവർക്കിയൊക്കെ ആയിരുന്നു സാധാരണക്കാരന്റെ രോമാഞ്ചം അല്ലേ, ബാറ്റൺ ബോസും. അത് ആ കാലം അങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ ഓൺലൈൻ വായനയൊക്കെയാണ്. എങ്കിൽ പോലും പുസ്തകങ്ങൾ ഇവിടെ പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ്, കൈകൊണ്ട് ആരെങ്കിലും തൊടാൻ വരുമെന്നുള്ള പ്രതീക്ഷ. സാർ, ഈ ഇടയായ ഒരു മാറ്റം കാണുന്നുണ്ട്. ഇപ്പോൾ കുറേ ചെറുപ്പക്കാർ മെമ്പർഷിപ്പ് എടുത്ത് പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് അവരുടേതായ ചില സെലക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. പണ്ടൊന്നും ആദ്യം ഈ പുസ്തകം എടുക്കാൻ കോട്ടയത്ത് 300 രൂപയുടെ പുസ്തകമാണ് എടുത്തത്. ഈ ലൈബ്രറിക്ക് ആദ്യം ഞങ്ങളിത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 300 രൂപയുടെ പുസ്തകം. എന്നിട്ട് ആ ബുക്ക് സ്റ്റാളുകാരൻ പഴയ കറണ്ട് ബുക്സ് മുണ്ടശ്ശേരിയുടെ മകൻ്റെ 10 രൂപ വണ്ടിക്കൂലിക്ക് അയാൾ തന്നിട്ടാണ് പുസ്തകമായിട്ട് വണ്ടിയെ കയറി ഇങ്ങോട്ട് പോകുന്നത്. അത്രയും കാലമുണ്ട്. ഇപ്പോൾ അതല്ല, 10,000 ഗ്രാൻഡ് കിട്ടുന്നു, വേറെ പലതരം പരിപാടികൾ ഈ ലൈബ്രറി ഇല്ലാതെ. ഇതൊക്കെ അവിടുത്തെ വനിതാവേദിയുടെ കൺവീനറാണ്. മിനിഞ്ഞാന്ന് ഒരു പരിപാടി ഉണ്ട് 4ാം നാൾ. എന്നാ ടീച്ചറും ഇപ്പൊ സജീവമാണ് ഈ കാര്യങ്ങളിലൊക്കെ. സാർ എങ്ങനെയാണോ അതേപോലെ തന്നെ ടീച്ചറും. ഞങ്ങൾ രണ്ടും കൂടെ ഇല്ലാത്ത ഒരു പരിപാടിയില്ല. കല്യാണത്തിന് ചെന്നില്ലെങ്കിൽ കിടക്കപ്പുറത്തില്ല. ഞാൻ ഇല്ലെങ്കിൽ ഇവരെ സമ്മതിക്കില്ല, ഇവളില്ലെങ്കിൽ എന്നെയും സമ്മതിക്കില്ല. നിവൃത്തിയില്ല. എന്തിയും ഇന്ന് മൂന്നാറിൽ പോയപ്പോഴും ഇതുതന്നെ ചോദിക്കും. അത് ശരി, ടീച്ചർ വയസ്സായ കാര്യമൊന്നും ആളുകൾ പരിഗണിക്കുന്നില്ല. അല്ല, വയസ്സായിട്ടില്ല സാർ. കാരണം വെച്ചാൽ സാറിന് ടീച്ചറിന്റെ വയസ്സാകത്തേ ഇല്ല. കാരണം എവിടെ ചെല്ലുമ്പോഴും ഈ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുന്നവർക്കൊക്കെ ഒരുപാട് വയസ്സാവുന്നുണ്ട് അല്ലേ? എനിക്ക് 78 കഴിഞ്ഞറിയാവും. അയ്യോ, എന്താ പറയില്ല. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? അയ്യോ, നാടകങ്ങള് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ഇതെല്ലാം പുള്ളിക്കാരത്തേക്കും കിട്ടി. ഞാൻ 68 കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുന്ന കൊല്ലം അടിമാലി സ്കൂളിൽ ആനിവേഴ്സറി. അപ്പൊ ഈ സ്കൂളിൽ അന്നത്തെ ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുന്നവരെ പരിപാടിയാണ്. അത് പിള്ളേരുടെ ആയി, അധ്യാപകരുടെ ആയി, എല്ലാവരുടെയും ഉണ്ട്. ആ കൂടെ അന്ന് എന്നെയും പിടിച്ച് നാടകത്തിൽ അഭിനയിച്ചു. നായകനും നായികയായിരുന്നോ? അല്ല, ഗാനമേള ഇവരും പാടും, ഞാനും പാടും. സ്വരാജിലെ പഴയ സ്വരാജ് മെഡിക്കൽ മോൻ മാത്യു എന്ന് പറയുന്നത്, ഞങ്ങളെല്ലാം കൂടെ വലിയ ഗാനമേളയും പരിപാടിയൊക്കെ നടത്തിക്കുന്നത് ഒരു കാലമായിരുന്നു. എൻ്റെ
ആന്റണി സാറേ, എന്തായാലും വളരെ ഊഷ്മളമായ ഓർമ്മകളുടെ എത്രമാത്രം പറഞ്ഞാലും മതി വരാത്ത. ഇപ്പൊ സാറിന്റെ ടീച്ചറിന്റെ അരിയിലിരുന്ന് പഴയ ഓർമ്മകൾ പറയാമെന്ന് ചോദിച്ചാൽ എത്ര മണിക്കൂർ പറഞ്ഞാലും തീരാത്തത്ര ഓർമ്മ. മാറുന്ന കാലം, മാറുന്ന ചുറ്റുപാടുകൾ, മാറുന്ന ജീവിത രീതികൾ, ഈ ജീവിതക്രമങ്ങളൊക്കെ പലപ്പോഴും പഴയ കാലഘട്ടത്തിലെ നന്മകളല്ലല്ലോ എന്നുള്ള ഒരു ഓർമ്മകൾ തീർച്ചയായിട്ടും ടീച്ചറുടെയും സാറിന്റെയും മനസ്സിലുണ്ട്. ശിഷ്യഗണങ്ങളൊക്കെ വലിയ ഉയർന്ന നിലയിലുള്ള ധാരാളം പേരുണ്ടല്ലേ? ഈ അടുത്ത ദിവസം ഈ തെവർമളത്തിലെ മോനായി മരിച്ചത് അമേരിക്കയിൽ നിന്ന് അദ്ദേഹം ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. ഞാൻ പഠിപ്പിച്ച ഒരു പയ്യനാണ്. അവൻ അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചിട്ടും എഴുതുകയും ചെയ്യുമായിരുന്നു. സാറ് ചെറുപ്പത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കിപ്പോൾ ജീവിതത്തിൽ ഒന്നൊന്നായി ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അയാളാണ് ഈ TVJ ആ കെട്ടിടങ്ങൾ മുഴുവനും മോനാണ് ഉണ്ടാക്കിയത്. പക്ഷെ മരിച്ചുപോയാണ് ചെയ്തത്. വേറെ റോബർട്ട് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് അതിനേക്കറി ഞാൻ പഠിപ്പിച്ചതാണ്. അവനൊരു കുറിപ്പ് ഈ ഫേസ്ബുക്കിൽ എനിക്ക് ഇട്ടിരുന്നു. ഇങ്ങനെ എന്നെ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചത്. സാറ് പാഠപുസ്തകം അല്ല പഠിപ്പിക്കുന്നത്, ജീവിതമാണ് പഠിപ്പിച്ചതെന്നൊക്കെ ഇങ്ങനെ. അങ്ങനെ എത്രയോ ആളുകൾ എവിടെ ചെന്നാലും. ഒരു പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് സാറിന് ടീച്ചർ ലഭിച്ചിരിക്കുന്നത് അധ്യാപകരാവാൻ കഴിഞ്ഞതിലുള്ള ആ ചാരിതാർത്ഥ്യവും ശിഷ്യഗണങ്ങൾ, എണ്ണിയാൽ തീരാത്തത്ര ശിഷ്യഗണങ്ങൾ നൽകുന്ന സ്നേഹാദരങ്ങളും ബഹുമാനങ്ങളുമാണ്. എവിടേക്ക് ഇറങ്ങിയാലും ഈ അടിമാലിയിലെ ഈ കുന്നിന്റെ പേരെന്താ? ഈ കുന്നിന് പ്രത്യേകിച്ച് പേരുണ്ടോ? അടിമാലി കുന്നിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും എത്രയോ എതിരെ വരുന്ന ആളുകൾ, പുതിയ കാലഘട്ടത്തിലായാലും എതിരെ വരുന്ന ആളുകൾ സാറേ ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്നത് പുതിയ തലമുറയിലെ കുട്ടികൾ പോലും തിരിച്ചറിയുന്നു. പപ്പയെ പഠിപ്പിച്ച ടീച്ചറെ, പപ്പയെ പഠിപ്പിച്ച സാർ തിരിച്ചറിയുന്നു. ഇവിടെ ഈ പണിക്കാരൊക്കെ വരും. അന്നേരം അവരും ഞങ്ങൾ പഠിപ്പിച്ച പിള്ളേരൊക്കെ പിള്ളേരും ഒക്കെ അവരൊക്കെ അതെങ്ങനെ. ഏതായാലും ഇതിപ്പോ എന്തെങ്കിലും ഗുണം ചെയ്യുമെങ്കിൽ എന്ത് ഗുണം ചെയ്യാനാ? നല്ല അധ്യാപകരായിരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ ആ നല്ലതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സമൂഹവുമായി ബന്ധമുള്ള അധ്യാപകർ, വിദ്യാർത്ഥികളുമായി ഒരു ബന്ധം, വിദ്യാർത്ഥി ബന്ധത്തിനപ്പുറത്തൊരു സാമൂഹ്യ ബന്ധമുണ്ടല്ലോ, അതിപ്പം നിലവിൽ കുറഞ്ഞു വരുന്നു. അധ്യാപകരെ ആരും അറിയില്ല, അധ്യാപകർക്കും ആ ബന്ധങ്ങളില്ല. അധ്യാപകരെ ആരും അറിയില്ല, അധ്യാപകരെ പുറത്തുള്ളവരെ അറിയില്ല. അങ്ങനെ ഞങ്ങളുടെ കാലത്ത് അങ്ങനെയല്ല. എല്ലാ കുട്ടികളെയും അവരുടെ വീടും അവരുടെ രക്ഷകർത്താക്കളെയൊക്കെ നമുക്കറിയായിരുന്നു. അതിന്റെ അതുപോലെ അടിമാലിയിൽ എന്ത് പ്രശ്നം വന്നാ ഉരുള് പൊട്ടി ആളുകൾ മുഴുവൻ ആ സ്കൂളിൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അവർക്ക് ഭക്ഷണം 900 ചില ആളുകളാണ് വിളമ്പി ഞങ്ങള് കൊടുത്ത് രാപകൽ കിടന്ന് അധ്വാനിച്ച് ആ സ്കൂളിന്റെ സാധനമൊക്കെ ആളുകൾ തരും. ആളിലാണ് അവര് കിടക്കുന്നത്. അതിനകത്ത് തന്നെ അടുപ്പൊക്കെ ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി വിളമ്പിക്കും. അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല. അതുകൊണ്ട് നമ്മൾ എവിടെ ഇറങ്ങിയാലും ആളുകൾ നമ്മളെ അറിയും. പക്ഷെ ഇപ്പോഴത്തെ അധ്യാപകർക്ക് അങ്ങനെ ഒരു ഗുണം ഇല്ല. അത് ആ ഗുണത്തിലേക്ക് ഇപ്പോഴത്തെ അധ്യാപകർ മാറണമെന്നുള്ള വലിയൊരു ആഗ്രഹമാണ് സാറിന്റെയും ടീച്ചറിന്റെ. എവിടെയെങ്കിലും വീണ് കിടന്നാൽ പോലും ആളുകൾ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ ആരാന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബന്ധം കുഴപ്പമില്ല. പിന്നെ ഇഷ്ടംപോലെ നേതാക്കന്മാര് ഇവിടുത്തെ ഇപ്പൊ സമൂഹത്തിലുള്ള എല്ലാ പുള്ളികളും, അതായത് PMB മർച്ചന്റായാലും കോൺഗ്രസ്സുകാരൻ നസിയായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും TK ഷാജി ഉൾപ്പെടെ നമ്മുടെ സ്റ്റുഡൻസ് ആണ് ഇതെല്ലാം. അത് കൂടാതെ അവരെ മുകളിലുള്ളവരെ മാത്രമല്ല, ഇവിടുത്തെ ചുമട്ടുതൊഴിലാളികൾ അവരും ഞാൻ ഇറങ്ങി ചെല്ലുമ്പം അവര് നമ്മളോട് ഈക്വൽ സ്റ്റാറ്റസിലാണ്. ഞാനും അങ്ങനെ പോകും. ഞാൻ 5 വർഷം പഞ്ചായത്തില് ഒരു മെമ്പറായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. 2000 റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഇലക്ഷന് 2000-2005 ഇവിടെ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. അന്ന് കോൺഗ്രസിന്റെ PMB ആയിരുന്നു പ്രസിഡന്റ്. പക്ഷേ LDF ഇടതുപക്ഷക്കാരിയായ ഞാനായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. ഞങ്ങൾ 6 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇടതുപക്ഷം 10 പേര് അവരായിരുന്നു. സാറ് പിന്നീട് സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ഔദ്യോഗികമായിട്ട് ഏതെല്ലാം രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്? ഇപ്പോഴും ഉണ്ടല്ലോ, വായനശാല പ്രസിഡന്റാണ്. ഞാൻ ഈ മാരാരി ഐസക് സാറിന്റെ കൂടെ ആയിരുന്നു ഈ 16 തെരഞ്ഞെടുപ്പ് വരെ. എല്ലാ ഇലക്ഷനും അതിനിടയ്ക്കുള്ള സമയത്തും ഈ വെള്ളി ശനി ദിവസങ്ങളിൽ, ഞായർ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. ബാക്കി ദിവസം മുഴുവനും 10-15 കൊല്ലം മാരാരിക്കുളം ആലപ്പുഴയിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പിന് പോയി. ഇപ്രാവശ്യം പത്തനംതിട്ട ഒക്കെ ആയപ്പോ ഞാനൊരു അപ്പൊ ഞാൻ പറഞ്ഞു വയസ്സായി, ഇനിയിപ്പം പോയി. നമ്മളൊക്കെ ആ മാരാരിക്കുളത്തൊക്കെ ജയിപ്പിച്ചതെന്ന് പറയുന്നത് ഞങ്ങളാണ്. മനോരമ എന്നൊരു ലേഖനം എഴുതി. വയസ്സൊക്കെ മാത്രമല്ല വന്നത്, അദ്ദേഹത്തിനൂടെ 50 സുഹൃത്തുക്കളും വന്നിട്ടുണ്ട്. സുകുമാരന്റെ നേതൃത്വത്തിൽ 50 സുഹൃത്തുക്കളും കൂടിയുണ്ട്. ഒരു മനുഷ്യനും അങ്ങേരെ അറിയാലായിരുന്നല്ലോ അന്ന്. അങ്ങനെ ഈ
അക്കാഡമിക് പണ്ഡിതനായിട്ടിരിക്കുന്ന ആ നാട്ടിൽ മുഴുവൻ നടന്ന് സകൽ രൂപ വീട്ടിലും കയറി VS തോറ്റ മണ്ഡലത്തിൽ നിന്ന് ഐസക് സാറിനെ ജയിപ്പിച്ചെടുത്ത് ഞങ്ങൾ. പത്തനംതിട്ടയും പോയാൽ അല്ലെങ്കിലും ജയിക്കും, അത് കാരണം പിന്നെ പോണില്ല. ശനിയാഴ്ച വന്ന് തിങ്കളാഴ്ച രാവിലെ ഇവിടുന്ന് പോവും. അവരവിടെ ഒരു വീടെടുത്ത് താമസിക്കുവാണ്. അപ്പം പോകുമ്പോൾ ഇവിടുന്ന് ഒരു ഭരണി നിറച്ച് മോര് കറി വെച്ചത്, ഒരു 2 തേങ്ങയുടെ ചമ്മന്തി അരച്ചത്, ഇതൊക്കെ കൊണ്ടുപോകും. അത് ഒരാഴ്ചത്തേക്ക് അവരുടെ ഭക്ഷണമാണ്. ചോറ് വെക്കും. പുള്ളി ഇവിടെ വന്ന് പഴയങ്കഞ്ഞാ കുടിച്ചു. ഇവിടെ 2 പ്രാവശ്യം വന്ന് കിടന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ എത്ര പറഞ്ഞാലും തീരാത്ത തിളങ്ങുന്ന ഓർമ്മകളുടെ മാധുര്യമാണ് ഈ വീണ്ടും നമുക്ക് ഈ മാധുര്യം പങ്കുവെക്കാൻ എത്താം. സ്നേഹത്തോടുകൂടി ഐസക് സാറുണ്ട്. EMSന് 2 പ്രാവശ്യം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഓ ശരി ശരി ശരി. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പം നന്നായി. വീട്ടുവിശേഷങ്ങൾ നിങ്ങളുടെ പ്രതി. എനിക്ക് 2 പെൺകുട്ടികൾ, പിന്നെ ഈ ഭാര്യ, ഇതും അങ്ങനെ 4 പേരാണുള്ളത്. പെൺകുട്ടികള്, മക്കളുടെ പേര്? ഒന്ന് ബിന്ദു, അവളുടെ ഹസ്ബൻഡ് ഒരു അപകടത്തിൽ മരിച്ചുപോയി. അവൾക്കൊരു മോളുണ്ട്. അവൾ ബിടെക് ഒക്കെ കഴിഞ്ഞ് കെട്ടിച്ചു വിടാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞ് അവൾ കല്യാണം കഴിക്കുന്നുണ്ട്. ശരി. അവളിങ്ങനെ വലിയ പുള്ളിയായിട്ട് ബാംഗ്ലൂർ ജോലിയുണ്ടല്ലേ? നല്ല ശമ്പളമൊക്കെയാണ്. മൂത്തയാളാണോ ബിന്ദു? മൂത്തയാളാണ്. അവൾക്കൊരു ചെറിയ പ്രശ്നമുള്ള ആളാണ്. അവള് സംസാരിക്കത്തില്ല, അവൾക്ക് കേൾവിയില്ലായിരുന്നു. കല്യാണമൊക്കെ നേരത്തെ കഴിച്ച് ഞങ്ങള് മൈസൂരിൽ കൊണ്ടുപോയി ഇയർഫോണൊക്കെ വെച്ച് 1ാം ക്ലാസ്സിൽ ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത് 10 വരെ പഠിച്ചു. 10 തോറ്റു. 2 പേരും, മൂത്തവളും ഇളയവളും കൂടെ ഒന്നിച്ചാണ് പഠിച്ചത്. ഇളയവള് അവള് നേഴ്സായിരുന്നു ദുബായിൽ. ഇപ്പൊ അവള് തിരിച്ചു വന്നിട്ടുണ്ട്. ഇക്രയിൽ ഡയാലിസിസ് യൂണിറ്റ് വർക്ക് ചെയ്യുന്നു. അവള് പണി മടുത്ത് ഉപേക്ഷിച്ച് പോകുന്നത്. 24 കൊല്ലം അവിടെ ജോലി ചെയ്ത് തിരിച്ചു മെഡിക്കൽ സെന്ററിൽ അടിമാലിയിലെ ആശുപത്രി 200 ഏക്കറിൽ താമസിക്കും. 2 പിള്ളേർ. അപ്പൊ കൊച്ചുമക്കൾ എത്ര പേരുണ്ട്? 3 കൊച്ചുമക്കളുണ്ട്. പച്ചപ്പ് കിടാത്ത അധ്യാപന ജീവിതം ഇപ്പോഴും പൂർവ്വ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പ്രായമായല്ലോ എന്ന് ചോദിക്കുന്നവരാണ് സുകുമാരൻ സാറും രാജപ്പൻ ടീച്ചറും. തീർച്ചയായിട്ടും അടിമാലിയുടെ ഹൈറേഞ്ചിൻ്റെ ഇടുക്കി ജില്ലയുടെ സാംസ്കാരിക ചരിത്രം പരിശോധിക്കുമ്പോൾ അടയാളപ്പെടുത്തിയ ഒരു പേരാണ് KK സുകുമാരൻ. സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. നമസ്കാരം.